ഏറ്റവും പ്രതിപാദനനായ മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം ഏറ്റവും ചുരുങ്ങിയത് 10 മാറുന്ന ശുജായി മൊയ്ത് മുസ്ലിയാർ. നിങ്ങൾക്കും നമുക്കും അതിൽ തർക്കമില്ലല്ലോ. പേർഷ്യൻ ഭാഷയിൽ ഗ്രന്ഥം എഴുതി ഏക മലയാളി, മലയാളേതര ഭാഷയിൽ ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററി എഴുതി ഏക മലയാളി, പൂന്താനം നമ്പൂതിരിക്ക് പോലും കാവ്യരചനയുടെ ബിംബങ്ങൾ കൊടുത്ത സർഗാത്മകനായ ദാർശനികനായ മലയാളി. ശുജായിയുടെ കവിതകളുടെ സ്വാധീനം കേരളത്തിൽ എത്ര ഹൈന്ദവ സന്യാസിമാരെ, എത്ര ഹൈന്ദവ മുനിമാരെ ചിന്തിപ്പിച്ചു, പ്രചോദിപ്പിച്ചു. കുഞ്ഞായി മുസ്ലിയാരുടെ സംഭാവനകൾ. ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖായ കുഞ്ഞായി, തലശ്ശേരി സൈദാർ പള്ളിക്കാരനായ കുഞ്ഞായി മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ കപ്പൽ പാട്ട് എന്ന കപ്പപ്പാട്ട് ഷിപ്സോ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിന്റെ സർഗാത്മക സംഭാവനയായി വൈദേശിക ലോകം വാഴ്ത്തിയ കൃതിയാണ് നമ്മുടെ സബീനയിലുള്ള ഈ കപ്പപ്പാട്ട്. അംഗീകരിക്കപ്പെട്ടു, ആദരിക്കപ്പെട്ടു. അനുമോദന കമ്മിറ്റിയും ഫ്ലക്സ് കമ്മിറ്റിയും ഒക്കെ ഇപ്പൊ അടുത്ത് വന്നതുകൊണ്ടാണ്. അതൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞായി മുസ്ലിയാർക്കും ശുജായി മൊയ്ത് മുസ്ലിയാർക്കും കേരളം അവാർഡ് കൊടുത്ത് തീരില്ലായിരുന്നു. ഈ അറ്റം മുതൽ ആ അറ്റം വരെ. അങ്ങനെ പിന്നീട് രണ്ടുപേരെ മലയാളം പ്രസവിച്ചിട്ടില്ല. ശുജായിയുടെയും കുഞ്ഞായി മുസ്ലിയാരുടെയും ചെരുപ്പെടുക്കാൻ മാത്രം യോഗ്യതയുള്ള സാഹിത്യകാരന്മാർ പോലും, ദാർശനിക സാഹിത്യകാരന്മാർ പിന്നീട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു വിഭാഗത്തിൽ. അവരുടെ വഴി ഏതാണ്? ഈ തലേക്കെട്ടുകാരെ കൊണ്ട് തോറ്റു എന്നാണ് പുതിയ കമന്റുകൾ. മലയാളത്തെ നിർമ്മിച്ചത് തലേക്കെട്ടുകാരാണ്. ഇവിടെയുള്ള ഹൈന്ദവ ക്രൈസ്തവ ബഹുമത സമൂഹത്തിന്, എന്തിനേറെ നിരീശ്വരവാദികൾക്ക് പോലും മാനുഷികമായി വിശ്വാസമുണ്ടായിരുന്ന മുസ്ലിം പ്രതീകങ്ങൾ തൊപ്പിയും തലേക്കെട്ടും തന്നെയാണ്. ആയിരുന്നു, ആണ്, ആകും എന്നും നിസ്സംശയം. കാരണം അവർ കുഴപ്പക്കാരല്ല എന്ന് പൊതുസമൂഹത്തിന് അറിയാം. അവരെ ആശയത്തിനാണ് കാവൽ നിൽക്കുന്നത്, ആയുധത്തിനല്ല എന്ന് പൊതുസമൂഹത്തിന് അറിയാം. തലേക്കെട്ടുകാർ കേരളത്തിൽ സംസാരിക്കുന്നത് ആശയത്തിന് വേണ്ടിയാണ്. തലേക്കെട്ടുകാർ കേരളത്തിൽ പ്രബോധനം ചെയ്യുന്നത് ആശയത്തിന്റെ സമാധാനമാണ്, ആയുധത്തിന്റെ സമാധാനമല്ല എന്ന് പൊതുസമൂഹത്തിന് അറിയാം. ഈ തലേക്കെട്ടുകാരെ കൊണ്ട് കേരളം തോൽക്കുകയല്ല, കേരളം ജയിക്കുകയാണ് ചെയ്തത്. ചരിത്രത്തിൽ, വർത്തമാനത്തിൽ നിസ്സംശയം. ചരിത്രം പരിശോധിക്കാമല്ലോ. മഹ്ദൂം കുടുംബം പൊന്നാനിയിൽ വന്നത് മുതലുള്ള ചരിത്രം നമുക്കൊക്കെ അറിയാം. പക്ഷേ പ്രവാചകന്റെ കാലഘട്ടം മുതൽ മഹ്ദൂം കാലഘട്ടം വരെയുള്ള ഇസ്ലാം അതിനാരാ കാവൽ നിന്നത്? കേരളത്തിലെ എല്ലാ ചരിത്ര പുസ്തകങ്ങളും പരിശോധിച്ചാൽ ആരാണ്? തരിശാപ്പള്ളി ശാസന, ഇബ്നു ബത്തൂത രേഖ, അൽ ബറൂനി രേഖ, ഇബ്നു റുഷ്ദ് രേഖ, ഇബ്നു മസ്ഊദി രേഖ, റഷീദുദ്ദീൻ രേഖ. ആ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ കേരളത്തിലെ സൂഫികളായിരുന്നു. കോഴിക്കോട്ടെ ഷെയ്ഖ് ശിഹാബുദ്ദീൻ കാസറൂനി, ഹസനുൽ മസ്താൻ, ഇബ്നു സിത്ത, ഹസനുൽ മഴബരി, മംഗലാപുരത്തെ ബഡ്കലിലെ ഫന്തറീനയിലെ ഏഴിമലയിലെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇസ്ലാം ആരംഭിച്ച നാടുകളിൽ സൂഫികളുടെ കാൻഗാഹുകളും പർണശാലകളും അവരുടെ ഹൽക്കകളുമൊക്കെ ചേർന്നുകൊണ്ടാണ് നബികാലത്തെയും നമ്മുടെ കാലത്തെയും മുറിഞ്ഞു പോകാത്ത ആശയ ബന്ധം കൊണ്ട് കോർത്തിണക്കിയ നൂലുകൾ നെയ്യപ്പെട്ടത് എന്ന് വ്യക്തമായ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ഷിഹാബുദ്ദീൻ കാസറൂനിയുടെ സംഭാവന ഇല്ലായിരുന്നുവെങ്കിൽ കോഴിക്കോട്ടങ്ങാടിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാക്കിയാകുമായിരുന്നില്ല. നമ്മൾ ചരിത്രത്തിൽ കണ്ണു നട്ടുകൊണ്ടാണ് ഭാവിയിലേക്ക് നാം നോക്കേണ്ടത്. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുകയല്ല. ഉലമാ മുന്നോട്ട് വെക്കുന്ന സംസ്കാരം, സൂഫികൾ മുന്നോട്ട് വെക്കുന്ന സംസ്കാരം, ആ ഇസ്ലാമിനാണ്, ആ വീക്ഷണത്തിനാണ് ഈ നാടിനെയും ഈ മണ്ണിനെയും ഈ സമൂഹത്തെയും നയിക്കുവാനുള്ള പ്രാപ്തിയുള്ളത്. കേവലം അതൊരു അവകാശവാദമല്ല. ആത്മീക പ്രസ്ഥാനം എന്നുള്ളതൊരു ഭംഗി വാക്കല്ല. നമ്മൾ ആത്മീക പ്രസ്ഥാനത്തിന്റെ ആത്മീക പ്രഭാഷകരും ആത്മീക പ്രവർത്തകരുമാണ്. ആ ഐഡന്റിറ്റിയാണ് നമ്മുടെ മുദ്ര. വിരോധങ്ങളില്ലാത്ത, വിദ്വേഷങ്ങളില്ലാത്ത, വാശിയില്ലാത്ത, പ്രതികാരങ്ങളില്ലാത്ത, പകയില്ലാത്ത, പരിഹാസമില്ലാത്ത, സംയമനത്തിന്റെ, ആശയത്തിന്റെ വാക്താക്കളാണ് നാം. അതല്ലാത്ത ഒന്നുമല്ല നാം. അതല്ലാത്തത് എന്തോ നമ്മളായാൽ നമ്മളല്ലാതെ അത് മാത്രമാണ് നമ്മുടെ പ്രസക്തി. ആത്മീയത മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ,
അത് മാത്രമേ ആധുനികത മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ മറികടക്കുവാൻ മാത്രം പര്യാപ്തമായിട്ടുള്ളൂ.